പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മരാത്തി എന്ന നോവലിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇടിയും മഴയും മിന്നലുമുള്ള ഒരു രാത്രിയിൽ പൂട്ടിയിട്ട പടി ചാടിക്കടന്നു വന്ന് ഒരുത്തൻ വിളിക്കാൻ തുടങ്ങി, ലൂസിയേ, ലൂസിയേ. ലൂസി ഉറക്കത്തിൽ പെട്ടുകിടന്നു. ബ്രിജിത്തയുടെ ചെവിട്ടോർമ്മ ആ വിളി പിടിച്ചെടുത്തു. കട്ടിൽ തലയ്ക്കൽ ചാരി വെച്ചിരുന്ന വടി തപ്പിയെടുത്ത് ബ്രിജിത്ത ലൂസിയുടെ നടുംപുറത്ത് അടിച്ചു. കൂത്തച്ചി മോളെ, ആരണ്ടി പാതിരിക്ക് വാതിരുമ തടണേ. ലൂസി ഉറക്കപ്പിച്ചിലായിരുന്നു. അടി കൊണ്ട നടുക്കവും ഉണ്ടായിരുന്നു. അവൾ പകച്ചു ചുറ്റും നോക്കി. മഴയുടെ മുഴക്കത്തിനുള്ളിലൂടെ അവളും കേട്ടു കരുത്തുള്ള ഒരു വിളി, ലൂസിയേ. എൻ്റെ കർത്താവ് ഈശോമിശായെ, ഇതാരാണ് ഈ നേരത്ത് കിടന്ന് എന്നെ വിളിക്കണേ? ഒച്ച കേട്ടിട്ട് ഒരു പരിചയവും തോന്നണില്ലല്ലോ. ഇത് ആരുടത്? ലൂസി സംശയത്തോടെ ബ്രിജിത്തയെ നോക്കി. ബ്രിജിത്തയ്ക്ക് ആകെ ഇളകി. നിനക്കറിയില്ല അല്ലേ? അല്ലേരി സത്യപുണ്യാളത്തി, ഒടിയൻ്റെ മുമ്പിലാണ് നീ മായം തിരിയണേ. ഇപ്പോഴുണ്ട് എനിക്ക് പിടി കിട്ടണേ. എന്നെ ഉറക്കിക്കടത്തിയിട്ട് വ്യഭിചാരം ചെയ്യണ് നിന്റെ പണിയില്ലേ? അങ്ങനെ വരട്ടെ. എനിക്ക് ഉറക്കസൂക്കേടാണെന്ന് നീ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തമാശ ഉണ്ടായിരുന്നൂടി. തമ്പുരാൻ കർത്താവ് ചെറിയ ആളൊന്നല്ല. സത്യ തെളിയിച്ച് ആരേണ്ടത് പറയറി. ലൂസിയുടെ ഉറക്കച്ചൊരുക്ക് മാറിയില്ല. ബ്രിജിത്ത തിക്കും തിരക്കും കൂട്ടി കട്ടിലിൽ നിന്ന് ഇറങ്ങി വീഴാൻ പോയി. പെട്ടെന്ന് ലൂസി താങ്ങിയില്ലെങ്കിൽ വീണേനെ. വടിയുടെ താങ്ങിൽ നിന്നു കിട്ടിയപ്പോൾ ബ്രിജിത്ത തോളുകൊണ്ട് ലൂസിയെ തള്ളി മാറ്റി. ചെരുപ്പിടാൻ പറ്റുന്നില്ല. ബ്രിജിത്ത നിന്നു തപ്പി വിറച്ചു. ലൂസിക്ക് അടുത്തേക്ക് ചെല്ലാൻ പേടിയായി. ചെരുപ്പ് പിടിക്കറേ. ബ്രിജിത്ത അലറി. അടഞ്ഞ വാതിലുകളും ജനലുകളും മച്ചുകളും ചുവരുകളും പിളർന്ന് ആ അലർച്ച പുറത്തെത്തി. പുറത്തു നിൽക്കുന്നവൻ അത് കേട്ടു. അവൻ ഉറക്കെ വിളിച്ചു, ബ്രിജിത്തമ്മേ, വാലോർക്ക്. ബ്രിജിത്തമ്മാമിയ, ദേ ചൗത്തനാണ്. ബ്രിജിത്ത സംശയിച്ച് ലൂസിയെ നോക്കി. തമ്പുരാനെ കുറിച്ച്. ലൂസി നെഞ്ചത്ത് കൈവച്ചു. എനിക്കറിയില്ല. വെട്ടോത്തിങ്ങടുക്കറേ, ബ്രിജിത്ത കൽപ്പിച്ചു. ലൂസി വെട്ടുകത്തിയെടുത്തു. ആ പുറത്തെ ലൈറ്റാട്. ലൂസി പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ടു. ബ്രിജിത്ത രണ്ടും കൽപ്പിച്ചു നിന്നു. ലൂസി സൂത്രവോട്ടയിലൂടെ നോക്കി. ആകെ മഴ നനഞ്ഞ് ഉമ്മറത്ത് നിൽക്കുകയാണ് നീണ്ടു നീർന്ന് ഒരാൾ. പിറകുവശമാണ് കാണുന്നത്. ആരുണ്ടത്? ബ്രിജിത്ത ചോദിച്ചു. അയാൾ തിരിഞ്ഞു നോക്കി. താടി വെച്ച ഒരു സുന്ദരൻ. ഇത് ഞാനാണ്, നെൽസൺ. ആര്? നെൽസനേ, നിങ്ങളുടെ മരുവൻ. ഞങ്ങളുടെ മരുവനാ? ഏതു മരുവൻ? സലീനര മാപ്പിള, ബോംബെയിലുള്ള നെൽസനേ. ലൂസി ഞെട്ടി. കർത്താവേ, സലീനര ഹസ്ബൻഡ്. അവൾ വാതിൽ മലർക്കെ തുറന്നു. മഴയുടെ ഇരമ്പൽ അകത്തേക്ക് കയറി. ഒരു കോരു മഴയും ഒരു വലിയ കാറ്റും മുഖത്തേക്കടിച്ചു. അകത്തെ ഇളം ചൂടിലേക്ക് തണുപ്പ് പാഞ്ഞു വന്നു. എന്തൊട്ട് ഓർക്കണ്ടി ലൂസിയത്? ചുരുങ്ങിയതൊരമണിക്കൂറായില്ല ഞാൻ കിടന്ന് തൊള്ളോർക്കണ്. ഇളം കറുപ്പ് നിറമുള്ള ആ സുന്ദരൻ ലൂസിയെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ ലൂസി വിസ്മയിച്ചു. ഇന്നാ ഇതകത്തേക്കാ വെക്ക്. അയാൾ ഒരു പെട്ടി ലൂസിയുടെ കയ്യിൽ കൊടുത്തു. പൊട്ടിത്തെറിക്കാറായി നിൽക്കുകയാണ് ബ്രിജിത്ത. നെൽസൺ ബ്രിജിത്തയുടെ തോളത്ത് കൈവച്ചു. എന്തൂട്ടാൻ്റെ അമ്മാമേ ഇങ്ങനെ വടിമണിങ്ങോണം നിൽക്കണേ? ആളെ പിടികിട്ടിയില്ലേ? ബ്രിജിത്തയ്ക്ക് ചെവി കേൾക്കില്ലെന്ന മട്ടിൽ നെൽസൺ ഉറക്കെ ചോദിച്ചു. തോളത്തിരിക്കുന്ന അവൻ്റെ കൈ ബ്രിജിത്ത തട്ടി മാറ്റി. ഏതാണ്ടാ നീ? ഏതാണ്ടാന്നാ? അത് ശരി. ഇടിയ സലീനെ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. എന്നെ ഒന്നാ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ബ്രിജിത്ത മാമയ്ക്ക്. എന്നിട്ട് നെൽസൺ പൊട്ടിച്ചിരിച്ചു. അവൻ്റെ വലിയ കണ്ണുകളും നിരയൊത്ത പല്ലുകളും ഒരുപോലെ തിളങ്ങി. എന്തൊരു സുന്ദരനാണപ്പാ സലീനയുടെ ഹസ്ബൻഡ്. ലൂസിക്ക് അതിശയം തോന്നി. നെൽസൺ കുനിഞ്ഞ് ബ്രിജിത്തയുടെ മുഖത്തോട് മുഖമടുപ്പിച്ചു. 5 പൈസ കുറവുള്ള ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ ആങ്ങളേര മോൻ്റെ മോള് സെലീന? ആ കുരിശിനെ എൻ്റെ തലയിലാണ് വെച്ച് തന്നെ. ഇപ്പം മനസ്സിലായ? നെൽസൺ പിന്നെയും പൊട്ടിച്ചിരിച്ചു. കൊട കൊണ്ട് കൊടുക്കടിക്കടാവേ,
നെൽസൺ ലൂസിയോട് പറഞ്ഞു. കർത്താവേ, ലൂസി കുടയെടുക്കാൻ ഓടി. മനുഷ്യന്മാര് കൊട കണ്ടുപിടിച്ചിട്ട് എന്തോരം കാലായിട്ടുണ്ടാകും. ബ്രിജിത്തയുടെ കാലൻ കുടയെടുക്കുമ്പോൾ ലൂസി വിചാരിച്ചു, അത്രയും കൊല്ലത്തെ പഴക്കമുണ്ടാവും ഈ കൊടയ്ക്ക്. നെൽസൺ കാണെ അത് നീർത്താൻ തന്നെ ലൂസിക്ക് നാണക്കേടാവും. ബ്രിജിത്തയുടെ കട്ടിലിൻ്റെ തലക്കൽ നിന്ന് താക്കോലെടുത്ത് ലൂസി പടി തുറക്കാൻ പോകുമ്പോൾ ബ്രിജിത്ത ഓർമ്മകളുടെ ഏതോ അറയിൽ നിന്ന് സലീനയെ വിടുവിച്ചെടുക്കാൻ പാടുപെടുകയായിരുന്നു. മുറ്റത്തപ്പോൾ നെരിയാണി മുങ്ങുന്നത്ര വെള്ളമുണ്ടായിരുന്നു. കുട നിവർത്താൻ മടിച്ച് ലൂസി വെള്ളത്തിലേക്ക് ഇറങ്ങി. അവളുടെ വെളുത്ത മുണ്ടിൻ്റെ വാക്കുകൾ നെരിയാണിക്ക് മുകളിൽ വരെ നനഞ്ഞൊട്ടി. കൊട നീർത്ത്, നെൽസൺ വിളിച്ചു പറഞ്ഞു. ലൂസി തിരിഞ്ഞു നോക്കി. ഉത്തരത്തിന്മേൽ പിടിച്ചുകൊണ്ട് നെൽസൺ ലൂസിയെ നോക്കി നിൽക്കുന്നു. ബ്യൂട്ടിഫുൾ, അവൻ പതുക്കെ പറഞ്ഞു. ലൂസി അത് കേട്ട് ഞെട്ടി. നെൽസൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, മുണ്ടും കുപ്പായോ ക്രിസ്ത്യൻ ബ്യൂട്ടിയാണെന്ന്. ലൂസി കുട നിർത്തി. ചെരിഞ്ഞു വീഴുന്ന മഴയിൽ മുണ്ടിൻ്റെ അറ്റം നനച്ചുകൊണ്ട് ലൂസി ഒഴുകിപ്പോയി. കാറിൻ്റെ പിൻസീറ്റ് നിറച്ച് ഒരു പെണ്ണ്. തടിച്ച് തട്ടിച്ച് താട്ടിച്ച് വെളുത്ത് 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 ചുവന്ന് 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 മല പോലെ ഒരു പെണ്ണ്. നെറ്റിയിൽ കയറ്റി വെച്ച കറുത്ത കണ്ണട, ആണുങ്ങളെ പോലെ വെട്ടിയ മുടി, കണ്ണടച്ച് ചാഞ്ഞു കിടക്കുന്നു. തൊട്ടടുത്ത് വെളുത്തൊരു പഞ്ഞിക്കെട്ടിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞു മുഖം. ലൂസിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അവൾ വളരെ കഷ്ടപ്പെട്ട് ഒന്ന് മുരടനക്കി. സലീന കണ്ണു തുറന്നു. മൈ ഗോഡ്, അവൾ ലൂസിയെ ഉറ്റുനോക്കി. ലൂസി ചിരിച്ചു. ലൂസി ലൂസി സലീനയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. വേർ ഇസ് നെൽസൺ? സെലീന കാറിൽ നിന്നിറങ്ങി. കൈയില്ലാത്ത ചുവന്ന ബ്ലൗസ്, കടും ചുവപ്പ് സാരി, ഹൈ ഹീൽഡ് ഷൂസുകൾ. വെള്ളത്തിൽ മുക്കിയപ്പോൾ സലീന ഒന്നു ഞെട്ടി. ടെറിബിൾ, അവൾ പറഞ്ഞു. ലൂസി അവൾക്ക് കുട ചൂടിക്കൊടുത്തു. സലീനയുടെ മണം ഒരു ചുഴലിക്കാറ്റ് പോലെ ലൂസിയെ കീഴ്മേൽ മറിച്ചു. സലീന കുഞ്ഞിനെ എടുക്കാത്തത് എന്താണ്? ലൂസി പതുക്കെ പറഞ്ഞു. കിടാവ്. സെലീന പെട്ടെന്ന് നിന്നു. ഓ, ഐ ഫോർഗോട്ട്, ടേക്ക് കെയർ ഓഫ് ഹിം. അവൻ ലൂസിയുടെ കുടയിൽ നിന്ന് ഓടിപ്പോയി. ഉണ്ണി വീഴും. ഉമ്മർത്തു നിന്ന് നെൽസൺ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉണ്ണി എന്ന വിളി ആഴത്തിൽ ലൂസിയുടെ മനസ്സിൽ കൊണ്ടു. നെരിയാണി മുങ്ങുന്ന വെള്ളത്തിലൂടെ ഓടി ഉമ്മറത്ത് കയറിയതും നെൽസൺ കൈ നീട്ടി സെലീനയെ കെട്ടിപ്പിടിക്കുന്നത് ലൂസി കണ്ടു. അയാൾ അവളുടെ മുടിയിൽ പറ്റിയ വെള്ളം തട്ടിക്കളഞ്ഞു. ലൂസിയെ, മോനെടുത്തിട്ട് വാ, സൂക്ഷിച്ചോളാട്ടോ, മഴ കൊള്ളായിരിക്കോ, നെൽസൺ വിളിച്ചു പറഞ്ഞു. ഒരു കുഞ്ഞുമേഘം പോലെ വെളുത്ത് പതുപതുത്ത തുണിക്കെട്ട് ലൂസി കയ്യിലെടുത്ത്. ആരത്? ഉണ്ണീശോയ? ലൂസിക്ക് തൊടാൻ പേടിയായി. ബ്രിജീത്തയുടെ ആദിപുരാതന കുടയും ചൂടിച്ച് മുറ്റം മുങ്ങിക്കിടക്കുന്ന മഴവെള്ളത്തിലൂടെ ഉണ്ണീശയും കൊണ്ട് ലൂസി ഒഴുകി വന്നു. ജീവിതത്തിൽ ഇന്നുവരെയും ഒന്നിനെയും ഇത്ര കരുതലോടെ ലൂസി തന്നോട് ചേർത്ത് പിടിച്ചിട്ടില്ല. ബ്രിജീത്ത മാമയ്ക്ക് എന്തൂട്ടാ സൂക്കേട്? സലീന ചോദിച്ചു. ബ്രിജീത്തയ്ക്ക് അത്യന്തമാണെന്ന് കേട്ടിട്ട് ബോംബെയിൽ നിന്ന് വരികയാണ് സലീനയും നെൽസനും കിടാവും. തീവണ്ടി ലേറ്റായി. മഴയാണെങ്കിൽ കൊക്കാല റെയിൽവേ സ്റ്റേഷനിൽ കാല് കുത്തിയപ്പോൾ തുടങ്ങിയതാണ്. ടാക്സി പിടിച്ചു നേരെ ഇങ്ങോട്ട് പോന്നു. ഓർമ്മകളിൽ തപ്പി തപ്പി ബ്രിജീത്തയ്ക്ക് പിടി കിട്ടിയെന്ന് തോന്നുന്നു. നീയ് വണ്ണം വെച്ചാ? ബ്രിജീത്ത ചോദിച്ചു. നെൽസനെ വണ്ണുള്ളതാ ഇഷ്ടം. സെലീന നെൽസനെ നോക്കി കണ്ണിറുക്കി. ബ്രിജീത്തയും നെൽസനെ നോക്കുന്നുണ്ടായിരുന്നു. ഒട്ടും പിടിക്കാത്ത മട്ടിൽ മോന്ത ചുളിച്ച്. ഇവൻ എന്തുട്ടണ്ടി, ശബരിമലയ്ക്ക് പോണുണ്ടാ? അതാ താടി വടിക്കാൻ കാശില്ലേ? നെൽസൺ പൊട്ടിച്ചിരിച്ചു. ഓ, അടിച്ചു പ്രൈസ് ഉണ്ണിയേ, നിന്റെ അമ്മാമ്മ എന്തുട്ട് അലക്കണേ? ബ്രിജീത്ത നെൽസനെ കണക്കാക്കാത്ത മട്ടിൽ സലീനയോട് ചോദിച്ചു. നിന്റെ കിടാവ് ആണാ പെണ്ണാണ്ടേ? ആണ്. ചെക്കൻ, ബോയ്. എന്തേ, ഇഷ്ടായ? സലീന ബ്രിജീത്തയെ കെട്ടിപ്പിടിച്ചു. വലിയ ഒരിടി വെട്ടി.
ലൂസിയുടെ കയ്യിലിരുന്ന കുഞ്ഞ് നടുങ്ങി. അറിയാതെ ലൂസി അവനെ നെഞ്ചോടമർത്തി. ഉണർന്ന് കരയും മുമ്പ് അവൻ വായ പിളർത്തി. ഒരു ചൂടിനെ ആകാവുന്നത്ര ശക്തിയോടെ അവൾ ജീവനിലേക്ക് ചേർത്തു പിടിച്ചു. മഴ പോലെ പെയ്തു, കാറ്റുപോലെ വീശി മനം മറന്ന് ലൂസി നിന്നു. നെൽസൺ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടു പോകുന്നതുവരെ. തട്ടുംപുറത്തെ മുറിയിൽ ലൂസി കിടക്ക വിരിച്ചു. 6 ജനാലകളും തുറന്നിട്ടു. ശുദ്ധവായു, തണുപ്പ്, മഴ, കാറ്റ് അകത്തേക്ക് അലക്കിയ വിരിപ്പുകൾ വിരിച്ചു. താഴെ സലീനയുടെ കുഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ലൂസിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് വീടു നിറയുന്നു, നിറഞ്ഞു കവിയുന്നു, പാല് പോലെ തുളുമ്പുന്നു. പാൽപ്പതയിൽ തേങ്ങി തേങ്ങി കനമില്ലാതെ ലൂസി അലയുന്നു. വീണ്ടും ഒരു ഉറക്കം ലൂസിക്ക് സാധ്യമായിരുന്നില്ല. പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് കനത്ത്, ഇടയ്ക്ക് നേർത്ത് കാറ്റൂതി, ഇടയ്ക്ക് പതുക്കെ, ഇടയ്ക്ക് വേഗത്തിൽ. ഒരു കുഞ്ഞിന്റെ നനുത്ത ചുണ്ടുകളുടെ അന്വേഷണം തങ്ങി നിൽക്കുന്ന മുലകളോടെ ലൂസി കിടക്കപ്പായിൽ മുട്ടുകുത്തിയിരുന്നു. ലൂസി ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. രാവിലെ 8 മണി കഴിഞ്ഞിട്ടും നെൽസനും സലീനയും കുഞ്ഞും ഉണരാതായപ്പോൾ ലൂസിയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. പകൽ വെളിച്ചത്തിൽ അവരെ കാണാൻ എങ്ങനെയിരിക്കും? ലൂസി 4 മണിക്ക് എഴുന്നേറ്റ് പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിരുന്നു. മഴ പെയ്തു തണുത്ത അന്തരീക്ഷത്തിൽ കടലക്കറിയുടെ സുഗന്ധം നിറഞ്ഞു നിന്നു. പൂവമ്പഴമുണ്ട്, നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ട്, പപ്പടം കാച്ചിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. എത്രയോ കാലത്തിനു ശേഷം ഇന്ന് വീണ്ടും ലൂസിക്ക് അവളെ പുകഴ്ത്തുന്ന സലീനയുടെ വാക്കുകൾ കേൾക്കണം. വോ, ഡെലീഷ്യസ്! തട്ടുംപുറത്തു നിന്ന് ഒച്ച വല്ലതും കേൾക്കുന്നുണ്ടോ എന്നറിയാൻ പലതവണ ലൂസി പാതി വരെ കോണി കയറിപ്പോയി. അവിടുന്ന് ആദ്യം കേട്ട ഒച്ച തത്തത്ത എന്നായിരുന്നു. പിന്നീട് കേട്ടത് പപ്പപ്പ എന്നും. ലൂസി ചിരിച്ചുകൊണ്ട് താഴെ കോടി ഇറങ്ങി. പാല് കാച്ചുമ്പോൾ അവൾ പറഞ്ഞു രസിച്ചു, തത്തത്ത പപ്പപ്പ. പിന്നെ തിക്കും തിരക്കും. തൃശ്ശൂര് വിളക്കുമായി തന്തയും തള്ളയും മോനും കൂടി താഴേക്ക് ഇറങ്ങി വന്നു. ലൂസിക്ക് അതിശയം തോന്നി. എവിടെ നിന്നാലും സലീന നെൽസനെ ചാരി നിന്നു. ഇരുന്നാലും കിടന്നാലും അവൻ്റെ മേൽ ഒട്ടിപ്പിടിച്ചു. അവനും അതെ. ഒന്നുകിൽ സലീനയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു, അല്ലെങ്കിൽ അരക്കെട്ടിൽ കൈ ചുറ്റി കെട്ടിപ്പിടിച്ചു. ഇതെന്താ, ഇതൊക്കെ പരസ്യമായിട്ട് എങ്ങനെ ചെയ്യണേ? ലൂസി ഒളിഞ്ഞു നോക്കി. നെൽസന്റെ ഓരോ വിരൽ അനങ്ങുന്നതും ലൂസി കണ്ടുപിടിച്ചു. റുചീത്തയോട് വർത്തമാനം പറയുമ്പോൾ സെലീന നെൽസന്റെ മടിയിൽ കിടന്നു. സെലീനയുടെ ശില്പ വെട്ടിയ തലമുടി കോർത്തു വലിച്ച് പുറത്തെത്തുന്ന സ്വർണമോതിരമിട്ട വിരലുകളുടെ ഭംഗി ലൂസി ഒളിഞ്ഞു നോക്കി. എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നതെന്ന് ലൂസിക്ക് തന്നെ വിഷമം തോന്നി. അവരതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതവരുടെ ജീവിത രീതിയാണെന്ന് ലൂസിക്ക് തോന്നി. ബ്രിജീത്തമ്മാമയ്ക്ക് ഇപ്പം എത്ര വയസ്സായി? നെൽസൺ ചോദിച്ചു. 18, സെലീന പറഞ്ഞു. അവർ രണ്ടാളും മേൽക്കുമേൽ വീണു കിടന്ന് ചിരിച്ചു. സെലീനയുടെ മോൻ അകം മുഴുവൻ നീന്തി നടന്നു. തത്തത്ത പപ്പപ്പ. സെലീന ഉരുട്ടിക്കൊടുത്ത ഒരു ടിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി അവൻ ആവേശത്തോടെ നീന്തി വട്ടം ചുറ്റി. അപ്പൻ്റെ ചെക്ക, ഇഞ്ചിരി ബാടാ, പാപ്പ ചിന്നടാ, വായ തുറക്ക. നെൽസൺ പുഴുങ്ങിയ പഴം ചാലിച്ച് അവനെ ഊട്ടിക്കൊണ്ടിരുന്നു. തിന്ന് സലീന അവിടെ തന്നെ കിടന്നു. ഈ ലൂസിയെ കൊണ്ട് ഞാൻ തോറ്റു. നാട്ടിൽ വന്നിട്ട് വേണം ഡയറ്റിങ് തുടങ്ങാന്നാ വിചാരിച്ചത്. ഇപ്പം എന്തായി? ഇത്രയും സ്വാദായിട്ട് പുട്ടുണ്ടാക്കിയാൽ തിന്നാണ്ടിരിക്കാൻ പറ്റുക? എന്നെ കൊണ്ട് പറ്റില്ല. നീയ തിന്നറി ഉണ്ണിയേ, ധൈര്യമായിട്ടാ തിന്നു കിടന്നോടത്തുനിന്ന് അനങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ നമുക്കൊരു ട്രക്കാ മേടിക്കാം. ഞാൻ ഓടിച്ചോളാട്ടാ. നെൽസൺ കുട്ടിയെ കുളിപ്പിച്ചു, അപ്പി കഴുകിച്ചു, ഉടുപ്പിടുവിച്ച് മുറ്റത്ത് കൊണ്ടു നടന്ന് ചോറ് കൊടുത്തു, തോളത്ത് കിടത്തി ഉറക്കി. ബ്രിജീത്തയുടെ ചൂരൽ കസേരയിലോ കട്ടിലിലോ കിടന്ന് സലീന ഇംഗ്ലീഷ് പുസ്തകം വായിച്ചു. ഇടയ്ക്കിടെ വെറുതെ പുസ്തകത്തിൽ നിന്ന് കണ്ണു മാറ്റാതെ നെൽസനെ വിളിച്ചുകൊണ്ടിരുന്നു. ഡാർലിങ്. ആ വിളിയിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ലൂസിക്ക് തോന്നിയില്ല. വെറുതെ വിളിച്ചുകൊണ്ടിരുന്നു. നാഴികയ്ക്ക് 40 വട്ടം നെൽസൺ ലൂസിയെ സഹായത്തിന് വിളിച്ചു. ചൂടുവെള്ളം, ചായ, പാല്, ടവല്, സോപ്പ്. എങ്ങനെയാ ലൂസിയെ ഇത്ര കൃത്യമായിട്ട് ഈ വാല് ഞൊറിഞ്ഞ് ഫിറ്റ് ചെയ്യണേ? നെൽസൺ കൗതുകത്തോടെ ചോദിച്ചു. ലൂസി ചിരിച്ചു പോയി. ഇതാപ്പോ അത്ര വലിയ കാര്യം? അവൾ നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് നോക്കി നെൽസൺ കളിയാക്കി.
തറവേ രീ രീ രീ, തറവേ രീ രീ രീ. ലൂസി പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു. മൂടിളക്കി നടക്കുന്ന ഒരു താറാവിനെ പോലെ ഞൊറിവാലാട്ടി അവൾ നടന്നുപോയി. കരുതിക്കൂട്ടി ഇത്തിരി മൂടിളക്കുകയും ചെയ്തു. സലീന കൊണ്ടുവന്നിരുന്ന വില കൂടിയ കമ്പിളി ഷാൾ പുതച്ച് വിൽസൺ ഒഴിച്ചുകൊടുത്ത വിസ്കി നുണഞ്ഞ് ബ്രിജീത്ത ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു. റക്കാലിയിൽ നിന്ന് ധാരമുറിയാതെ വെള്ളം വീണുകൊണ്ടിരുന്നു. മൂലക്കലെ പാത്തികളിൽ നിന്ന് തുമ്പിക്കൈ വണ്ണത്തിലാണ് വെള്ളം മുറ്റത്തേക്ക് കുതിക്കുന്നത്. ഇപ്പോൾ മുറ്റത്ത് മുട്ടോളം വെള്ളമുണ്ടാകുമെന്ന് ലൂസിക്ക് തോന്നി. വഴിയും പറമ്പും തിങ്ങി നിറഞ്ഞ് വെള്ളം പാഞ്ഞു പോകുന്നു. നെൽസൺ ഉമ്മറത്തൂണ് ചാരി തിണ്ണമേൽ കാലും നീട്ടിയിരുന്നു. അവൻ്റെ മടിയിൽ താടി അമർത്തി വെച്ച് മഴ കണ്ടുകൊണ്ട് സലീനയും ഇരുന്നു. രണ്ടാളുടെ കയ്യിലും വിസ്കി ഗ്ലാസ് ഉണ്ടായിരുന്നു. ബോംബെയിലെ മഴ ഒരു ദുരിതമാണെങ്കിൽ നമ്മുടെ മഴ സുഖമുള്ളൊരു കുളിരും മടിയുമാണെന്ന് നെൽസൺ പറഞ്ഞു. ലൂസിക്ക് പക്ഷേ ഇരുണ്ടു പുകയുന്ന മഴയും മൂടിക്കെട്ടിയ ആകാശവും നെഞ്ചിൽ വിങ്ങലുണ്ടാകും. ശ്വാസം കിട്ടാതെ വരും. കരയാൻ തോന്നും. ആദ്യം 4 ഗ്ലാസ്സിലാണ് വിൽസൺ വിസ്കി ഒഴിച്ചത്. ലൂസിയെ നെൽസൺ നീട്ടി വിളിച്ചു. ലൂസി ഓടിയെത്തി. നെൽസൺ നീട്ടിയ വിസ്കി ഗ്ലാസ് ഒന്നും ഓർക്കാതെ അവൾ കൈ നീട്ടി വാങ്ങി. കൂടിക്ക് നെൽസൺ പറഞ്ഞു. ലൂസി ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചേനെ. വേക്കറിയോടെ ബ്രിജീത്ത അലറി. സാരില്ലമ്മേ. നെൽസൺ ചിരിച്ചു. നീ പോടവിടുന്ന്. എന്തോരം ധൈര്യം ഉണ്ടായിട്ട് വേണറി എൻ്റെ മുമ്പിൽ വെച്ച് നീ ഇത് ചെയ്യാൻ. കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി തുടങ്ങിയില്ലേ. നേന്നെ ഞാൻ ശരിയാക്കി തരാടി. ഇവരൊക്കെ പോട്ടെ, ഇതിനുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട്. ലൂസി ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല. കള്ളപ്പോ വട്ടയപ്പോ ഉണ്ടാക്കാൻ കൊണ്ടുവരുന്ന കള്ളിൻ്റെ മൂപ്പ് നോക്കാൻ തൊട്ട് നാവിൽ വെച്ചിട്ടുണ്ട്. അത് കുടിക്കണമെന്നൊന്നും ഇന്നോളം തോന്നിയിട്ടില്ല. ഇപ്പോൾ അവൾക്കു വേണ്ടി നെൽസൺ ഒഴിച്ച വിസ്കി കഴിക്കണമെന്ന് തന്നെ ലൂസിക്ക് തോന്നി. ബ്രിജീത്ത ചാടി വീണിരുന്നില്ലെങ്കിൽ ഇന്നാദ്യമായി ലൂസി മദ്യപിച്ചേനെ. ലൂസി കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഒന്നുമില്ലെന്ന ഭാവമായിരുന്നു സലീനയ്ക്ക്. ഒന്നാമത് അവൾക്ക് തടി കൊണ്ട് അനങ്ങാൻ വയ്യ. അഭിപ്രായം പറയാൻ നിൽക്കാതെ സ്വന്തം വിസ്കി ഗ്ലാസും എടുത്ത് അവൾ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയത്. ബോംബെയിൽ ഒരു വലിയ കമ്പനിയിലാണ് ജോലിയെന്ന് നെൽസൺ ബ്രിജീത്തയോട് പറഞ്ഞു. അവിടെ സ്വന്തം ഫ്ലാറ്റുണ്ട്, കാറുണ്ട്. അവിടെ പലതും ഉണ്ടാവും. ഇവിടെ എന്തുട്ടുള്ളേ അത് പറയടാ. ബ്രിജീത്ത ദേഷ്യപ്പെട്ടു. ഇവിടെയാ? ഇവിടെ 1000 പറക്കി നേലോ 4 ആനയും മതിയാ. നെൽസൺ ഉറക്കെ ചിരിച്ചു. ചോറെടുത്ത് വെക്കുകയായിരുന്നു ലൂസി. എന്തൂട്ടണോ ഇത്ര ഉറക്ക ചുരുക്കണേ? ചെറി മാത്രമല്ല, വർത്താനം ഉറക്കിയ. മനുഷ്യന്മാർക്ക് ഇവിടെ ചെവി പതൊന്നുമല്ല. പതുക്കെ പറഞ്ഞാലും കേൾക്കാം. വിസ്കി തലക്കി പിടിച്ചിട്ടുണ്ടാവും. സലീന ആടി ആടി വന്ന് ബ്രിജീത്തയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. കവിളത്ത് ഉമ്മ വെച്ചു. ആ 10 പവന്റെ വലിയ മുല്ലമുട്ടുമാല എനിക്ക് തരുമോ ബ്രിജീത്തമ്മാമേ? ബ്രിജീത്ത അവളെ ഉന്തി മാറ്റി. ഒരു ചില്ലീര കാശ് എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും കിട്ടില്ല. പിന്നെ ആർക്കാ ഇതൊക്കെ ഉരുട്ടിക്കൊടുക്കാൻ പോണേ? സലീന ബ്രിജീത്തയുടെ താടിയിൽ പിടിച്ചു കുലുക്കി. ലൂസി മേശപ്പുറത്ത് പ്ലേറ്റുകൾ നിരത്തി. നെൽസൺ ചോദിച്ചു. ലൂസിക്കാ? ലൂസി ഞെട്ടിപ്പോയി. ബ്രിജീത്ത ലൂസിയെ രൂക്ഷമായി നോക്കി. സലീനയും നെൽസനും ചിരിയോടു ചിരി. ചിരിച്ചു ചിരിച്ച് തോളത്ത് കൈയിട്ട് കെട്ടിപ്പിടിച്ച് അവർ മുകളിലേക്ക് കയറിപ്പോയി. കോണിച്ചോട്ടിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ലൂസി നിന്നു. ഒളിഞ്ഞു നോക്കുന്നതിൽ വിഷമിച്ചുകൊണ്ടും ഒളിഞ്ഞു നോക്കാതിരിക്കാൻ കഴിയുന്നില്ലെന്നറിഞ്ഞുകൊണ്ടും ഓരോ തവണ നെൽസനും സെലീനയും തോടും പിടിക്കും ചെയ്യുമ്പോൾ ലൂസിയുടെ നട്ടലിലൂടെയാണ് മിന്നലുകൾ പായുന്നത്. ലൂസിയുടെ ദേഹമാണ് ഞെട്ടുന്നത്. ആ സുഖത്തിനു വേണ്ടിയാണ് കള്ളക്കണ്ണുകൊണ്ട് ലൂസി അവരെ ഓരോ നിമിഷവും പിന്തുടരുന്നത്. പക്ഷേ അവർ മുറിക്കകത്തു കയറി കതകടച്ചപ്പോൾ തകർന്നു പോയതുപോലെ ലൂസി കോണിപ്പടിമേൽ ഇരുന്നു. കോണിയുടെ അരികിലുള്ള നീളൻ ജനാലയിലൂടെ ഇരുണ്ട് പുകഞ്ഞു നിൽക്കുന്ന പറമ്പും തൊഴുത്തും ആട്ടിൻകൂടും അവൾ കണ്ടു. എല്ലാ മഴയുടെ തല്ലേറ്റ് തളരുന്നതുപോലെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആടി ഉലയുന്ന മുരിങ്ങ മരങ്ങൾ കണ്ട് ലൂസിയുടെ ഉള്ളു വിറച്ചു. കൃത്യം 3:30 ലൂസി കടുത്ത ചൂടോടെ ചായ ഉണ്ടാക്കി. ബ്രിജീത്ത ഉറങ്ങുകയായിരുന്നു. നെൽസനും സെലീനയ്ക്കും പുറത്തു പോകണമെന്ന് പറഞ്ഞിരുന്നു. കോണിച്ചോട്ടിൽ നിന്ന് എത്ര വിളിച്ചിട്ടോ മഴയുടെ ഇരമ്പൽ കാരണം സലീനയും നെൽസനും വിളി കേട്ടില്ല. ലൂസി ചായയും കൊണ്ട് മുകളിലേക്ക് ചെന്നു. ലൂസിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ആണും പെണ്ണും സ്നേഹിക്കുന്നത് അവൾ കണ്ടു.
തുളുമ്പുന്ന സെലീനയുടെ ദേഹവും ഇരുണ്ടുറച്ച നെൽസന്റെ ദേഹവും പിണയുന്നതും അഴയുന്നതും ലൂസി നോക്കി നിന്നു. കാൽവിരലിൽ നിന്നും മുകളിലേക്ക് കത്തിക്കേറിയ ചൂടോടെ അവൾ തിരിച്ചു നടന്നു. കാലുകൾ ഒരിഞ്ച് നീങ്ങാൻ കൂട്ടാക്കിയില്ല. ലൂസി അവളെ സ്വയം വലിച്ചിഴച്ചു കൊണ്ടുപോരുകയായിരുന്നു. അടുക്കളയിൽ കല്ലുരലിന്റെ മീതെ ലൂസി തരിച്ചിരുന്നു. അവളുടെ ചുണ്ടും നാവും ഉണങ്ങി, ദേഹം വിറച്ചു, നെഞ്ചിടിപ്പ് കൂടി. കുറെ കഴിഞ്ഞ് ലൂസി കരയാൻ തുടങ്ങി. പിടിച്ചു നിർത്താൻ ലൂസിക്ക് കഴിയാത്ത കരച്ചിൽ. ഒച്ച പുറത്തു വരാതിരിക്കാൻ അവൾ വായ പൊത്തിപ്പിടിച്ചു. 4 10 മിനിറ്റുള്ളപ്പോൾ നെൽസനും സെലീനയും ഇറങ്ങി വന്നു. നല്ല ആളാണ് ലൂസി, 3 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാ? നെൽസൺ ചോദിച്ചു. ലൂസി മുഖമുയർത്തിയില്ല, നെൽസനെ നോക്കിയില്ല. കുറ്റം ചെയ്തവളെ പോലെ അവൾ പരുങ്ങി. കടും ചുവപ്പ് ചായം പുരട്ടിയ ചുണ്ടുകൊണ്ട് ചൂടുള്ള ചായ ഊതിക്കുടിച്ച് സെലീന പറഞ്ഞു, വാട്ട് എ ഹെവി റെയിൻ, ഹൗ ക്യാൻ വി ഗോ ഔട്ട് ഡിയർ? കാലക്കൻ ചായ, അവൻ പറഞ്ഞു. ലൂസി അവൻ്റെ മുഖത്ത് നോക്കിയില്ല. കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടെന്ന് അവർ തീരുമാനിച്ചു. അവൻ നല്ല ഉറക്കത്തിലാണ്, ഉണർത്തിയാൽ കരയും. മഴയത്ത് കൊണ്ടുപോയി നീരുവീഴ്ച വരുത്തണ്ട. ലൂസി ഉണ്ടല്ലോ കുഞ്ഞിനെ നോക്കാൻ. നെൽസനും സലീനയും പോയി കഴിഞ്ഞ് പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. പകൽ തീരും മുമ്പേ രാത്രിയായി. കാറ്റത്ത് മുരിങ്ങാമരത്തിന്റെ കൊമ്പുകൾ ഞെരിഞ്ഞ് ഒടിഞ്ഞു. തട്ടുംപുറത്തെ മുറിയിൽ നെൽസന്റെയും സലീനയുടെയും മണങ്ങൾ മുഴങ്ങി നിന്നു. കിടക്കയിൽ അവരുടെ വസ്ത്രങ്ങൾ ചിതറിക്കിടന്നു. ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ് കുഞ്ഞ്. കുഞ്ഞിക്കൈയിൽ കവിളമർത്തി വെച്ച് ലൂസി നിലത്ത് അവൻ്റെ അടുത്തിരുന്നു. അവൻ്റെ മുഖത്തോട് മുഖം ചേർത്തു. പാലിൻ്റെ മണമുള്ള കുഞ്ഞുവായിൽ ഉമ്മ വെച്ചു. വളരെ സൂക്ഷിച്ച് ലൂസി ഉറങ്ങുന്ന കുഞ്ഞിനെ കയ്യിലെടുത്തു. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഇനി ലൂസി ഇത്തരം നിമിഷത്തിലൂടെ കടന്നു പോകില്ലായിരിക്കാം. അവൾ തൻ്റെ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ്റെ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി. ദേഷ്യവും കൊണ്ട് അവൻ ലൂസിയെ തള്ളുകയും വീണ്ടും ആർത്തിയോടെ വലിച്ചു കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചുറ്റിലും നിറഞ്ഞ മഴ പെയ്യുകയാണ്. മുറിക്കകത്ത് ഇളം ചൂടാണ്. ലൂസി അവനെ ചേർത്തു പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുലപ്പാലിനു പകരം അവന് കണ്ണീര് മതിയെങ്കിൽ. 50 നൊയമ്പിലെ ഒരു ഞായറാഴ്ച കുർബാനയും കുരിശിന്റെ വഴിയും കഴിഞ്ഞ് ലൂസി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കൂടെ രൂപം കൊത്തിയുടെ പെൺമക്കളും ഉണ്ടായിരുന്നു. 8 പെണ്ണുങ്ങൾ, 50നും 30നും ഇടയ്ക്ക് പ്രായമുള്ളവർ, കല്യാണം കഴിയാത്തവർ, അടക്കവും ഒതുക്കവും ധാരാളമുള്ളവർ. വഴിയുടെ ഓരം ചേർന്ന് തല കുമ്പിട്ട് ഉറുമ്പുകളുടെ ഒച്ചയിൽ സംസാരിച്ചുകൊണ്ട് അവരങ്ങനെ നടന്നുപോയി. ലൂസി അറിഞ്ഞില്ലേരേ? അവർ ചോദിച്ചു. ലൂസി അറിഞ്ഞിരുന്നില്ല. പളുങ്കിൻ്റെ ഫോട്ടോ സ്റ്റുഡിയോ വിറ്റു. ലൂസിക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യവും തോന്നിയില്ല. അവൾ പളുങ്കിനെ അറിയില്ല. മേടിച്ചത് ആരാന്നറിയാ? ആരാണ്? നമ്മുടെ സേതു. ലൂസി നടത്തം നിർത്തി. 7 ഉറുമ്പുകൾ ലൂസിയെ പൊതിഞ്ഞു. സേതു ഒരു ഫോട്ടോഗ്രാഫറായി മടങ്ങിയെത്തിയിരിക്കുന്നു. നേരം വെളുത്താൽ വൈകുന്നേരമാവുന്നത് വരെ കണ്ണിൽ കണ്ടതിൻ്റെയൊക്കെ പടമെടുത്ത് ചുറ്റി നടക്കുന്നു. മറിയാപുരത്ത് നല്ലൊരു ഫോട്ടോ സ്റ്റുഡിയോ ഇല്ല. പളുങ്കിൻ്റെ സ്റ്റുഡിയോ ക്യാമറ കണ്ടുപിടിച്ച കാലത്തെങ്ങാണ്ട് ഉള്ളതാണ്. പ്ലങ്കിനെ അവിടെ ഇച്ചാട്ടിയിരിക്കല്ലേ അറിഞ്ഞേ പണി. ഇപ്പം നീ ഒന്നാ ചെന്നു നോക്ക്. എന്തോരാൾക്കാരെ ഫോട്ടെടുക്കാൻ വരണേ. ഞങ്ങളുടെ അപ്പൻ്റെ പടം വലുതാക്കി വെച്ചിട്ടുണ്ട് സ്റ്റുഡിയോയിൽ. പിന്നെ രൂപം കൊത്തിയുടെ പെൺമക്കളുടെ മുഖത്ത് നാണം പുരണ്ട ചിരി തെളിഞ്ഞു. ലൂസിക്ക് ആകാംക്ഷയായി. പിന്നെ ലൂസി ചോദിച്ചു. ഞങ്ങളുടെ പടം എടുത്തിട്ടുണ്ട്. 7 സിസ്റ്റേഴ്സ് എന്നാണ് ആ പടത്തിൻ്റെ പേര്. 50 മുതൽ 30 വരെ പ്രായങ്ങളിൽ ഒരേ മുഖഛായയുള്ള 7 സ്ത്രീകൾ, എല്ലാവരും നരച്ചവർ. സേതു ആ ഗ്രൂപ്പ് ഫോട്ടോ എൻലാർജ് ചെയ്ത് സ്റ്റുഡിയോയുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ പടം ഒന്ന് കാണണം. ശരിക്കും ജീവണ്ടെന്നാ തോന്നുള്ളോ? ഉറുമ്പുകൾ കുനുകുന പറഞ്ഞുകൊണ്ടിരുന്നു. സേതുവിൻ്റെ മുടിയൊക്കെ പോയി. ചെന്നീര 2 വശത്തുനിന്ന് അരിയും കയറിയിട്ടുണ്ട്. സേതു കറുത്തു, വണ്ണം വെച്ചു, കൊടവരും ചാടി. ഇപ്പോ ഒരു ഇരിക്കരിങ്ങായിന്ന് തോന്നുന്നുണ്ട്. സ്വന്തം സ്റ്റുഡിയോ ഇട്ടില്ലേ? ഒന്നും പറയാൻ പറ്റില്ല ഏട്ടാ. സേതു അല്ലേ ആള്. എപ്പോഴാ ചാടിപ്പോവാന്ന് ആർക്കറിയാം. എവിടാണ് പളുങ്കിൻ്റെ സ്റ്റുഡിയോ?
ലൂസി ചോദിച്ചു. രൂപംകുത്തിയുടെ പെൺമക്കൾ ചിരിച്ചു. ഈ പെണ്ണിന്റെ ഒരു കാര്യം, നീ ഇവിടെ ഒന്നല്ലേ ജീവിക്കണേ? ഇത്രയും കാലമായിട്ട് പടുങ്കിന്റെ ഫോട്ടോ സ്റ്റുഡിയോ കണ്ടിട്ടില്ല എന്ന്. കാഷ്ടം. അവർ വഴി പറഞ്ഞു കൊടുത്തു, ലക്ഷണവും പറഞ്ഞു കൊടുത്തു. മറിയാപുരത്ത് ഇപ്പോഴും നിരപ്പലക ഇട്ട് അടയ്ക്കുന്ന ഒരേ ഒരു സ്ഥാപനം പളുങ്കിന്റെ സ്റ്റുഡിയാണ്. 6 നിരപ്പലകകളിട്ട് അടയ്ക്കാവുന്ന നീണ്ടൊരു ഹാള്, അതിനെ 4ആയി മുറിക്കുന്ന മുഷിഞ്ഞു നാറിയ നീലക്കർട്ടൻ, 1-2 സ്റ്റൂളുകൾ, 4 ലൈറ്റുകൾ, ഒരു പഴഞ്ചക്കൂസൻ കാമറ, അതിരിക്കുന്ന മുക്കാലി, അത് മൂടാനുള്ള പാറ്റ നക്കിയ കുറച്ച് ശീല, യുവതികൾക്ക് ഇടത്തേക്കായി കുത്തിനിന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കടലാസ് പൂക്കൾ വെച്ച ഒരു നീളൻ സ്റ്റാൻഡ്, ആർട്ടിസ്റ്റ് കുട്ടൻ മറിയാപുരം ചെറുപ്പക്കാലത്ത് കാർഡ്ബോർഡിൽ വരച്ച ഒരു താജ്മഹൽ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ചന്ദ്രകല, ചന്ദ്രനിലെ കളങ്കം പോലെ മഞ്ഞച്ചായ മടർന്ന് അങ്ങാങ്ങ് കറുത്ത് അവിടവിടെ അസ്തമിച്ചു കിടക്കുന്നു. കല്യാണം കഴിഞ്ഞ് മറുവള്ളി കുമ്പിടാൻ വരുന്ന ചെക്കന്മാർ പുതുപ്പെണ്ണിനെയും കൂട്ടി പളുങ്കിന്റെ ഫോട്ടോ സ്റ്റുഡിയോയിൽ കയറും. ചന്ദ്രകലയുടെ പിന്നിൽ വശം ചെരിഞ്ഞു നിൽക്കും. അങ്ങ് അകലേക്ക് നോക്കും. വിഷാദം കലർന്ന ഒരു ചെറു ചിരി മുഖത്തുണ്ടാവും. ചില ചെക്കന്മാർ പുതുപ്പെണ്ണിന്റെ തോളിൽ കൈവച്ചിരിക്കും. ചിലർ എന്തോ ചൂണ്ടിക്കാട്ടുകയാവും. രണ്ടായാലും അത് പ്രേംനസീറിനെ പോലെ ആയിരുന്നു. ചന്ദ്രകലയിൽ കയറി നിന്ന് ചിരിക്കുന്ന യുവദമ്പതികളുടെ പടം മറിയാപുരത്തെ മിക്കവാറും എല്ലാ വീട്ടിലുമുണ്ട്. അവരൊക്കെ ഇന്ന് അപ്പാപ്പന്മാരും അമ്മാമ്മമാരുമായി. കിടാങ്ങളും പേരക്കിടാങ്ങളും ഉണ്ടായി. ഇപ്പോൾ പേരക്കിടാങ്ങൾ ആ ഫോട്ടോകൾ നോക്കി അപ്പാപ്പനെയും അമ്മാമ്മയെയും കളിയാക്കി ചിരിക്കുന്നു. അപ്പാപ്പൻ്റെ റൊമാൻസ്, അമ്മാമ്മയുടെ റൊമാൻസ്. ചില അപ്പാപ്പന്മാർക്ക് ഇന്ന് അമ്മാമ്മമാരില്ല. ചില അമ്മാമ്മമാർക്ക് അപ്പാപ്പന്മാരും. പേരക്കിടാങ്ങൾ കളിയാക്കുമ്പോൾ അവർക്ക് ചിരിയുടെ പിന്നാലെ ഒരു നെടുവീർപ്പ് വരും. കൊച്ചേസേപ്പിൻ്റെ ഒരു കണ്ണ് പളുങ്കാണ്. ഉള്ള മറ്റേ കണ്ണ് വെച്ചിട്ടാണ് പടമെടുപ്പ്. മറിയാപുരംകാർക്ക് പളുങ്കിൻ്റെ ഫോട്ടോകളെ പറ്റി നല്ല അഭിപ്രായമില്ല. ഒരാളുടെ പടമെടുത്താൽ വേറെ ഒരാളുടെ പോലെ ഇരിക്കും. കണ്ണിൻ്റെ മിസ്റ്റേക്കിന് കാരണം. ലോകത്തിലാദ്യമായി സ്റ്റീൽ ക്യാമറയെ മൂവി ക്യാമറ പോലെ പാൻ ചെയ്യിച്ച ഫോട്ടോഗ്രാഫർ പളുങ്കാണ്. പെട്ടെ. തൃശ്ശൂരിലെ വ്യാകുലമാതാവിൻ്റെ പുത്തമ്പള്ളി മുഴുവനായി ഫ്രെയിമിൽ പെടാൻ വേണ്ടി പളുങ്ക് ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ സ്റ്റീൽ ക്യാമറ ഒറ്റ തിരിക്കൽ. ആ പടം കിട്ടാതെ പോയത് കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലെ 2 ഫോട്ടോഗ്രാഫർമാർ കാരണമാണെന്ന് വർഷങ്ങൾക്കു ശേഷം ഇപ്പോഴും പളുങ്ക് ഉറച്ചു വിശ്വസിക്കുന്നു. പുത്തമ്പള്ളി വഞ്ചരിപ്പിൻ്റെ അന്ന് ക്ഷണിച്ചിട്ട് വന്നതാണ് കൃഷ്ണൻ നായരുടെ ആൾക്കാർ. പളുങ്കിനെ ആരും ക്ഷണിച്ചതല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയായ പുത്തമ്പള്ളി എന്ന അത്ഭുതം സ്വന്തം ക്യാമറയിൽ പകർത്താൻ വേണ്ടി സ്വന്തം ചെലവിലെത്തിയതാണ് കൊച്ചൗസേപ്പേട്ടൻ. എവിടെയൊക്കെ കൊച്ചൗസേപ്പേട്ടൻ മുക്കാലി കൊണ്ടുവച്ചോ അതിൻ്റെ മുമ്പിലാ കയറി നിന്ന് ആംഗിള് പിടിക്കും കൃഷ്ണൻ നായരുടെ ആൾക്കാർ. ഒരു ക്യാമറാമാൻ്റെ ഫ്രെയിം മറിഞ്ഞ് നിന്ന് വേറൊരു ക്യാമറാമാൻ പടമെടുക്കുന്നത് തൊഴിലിലെ ചതിയല്ലേ? ഈ ചതി ഒരു തുടർക്കഥയാണ് മോനെ. ഇപ്പോൾ അത്താഴപ്പഷ്ണി കിടക്കണവനും ഫോട്ടോ എടുക്കാൻ തൃശ്ശൂർക്കാ ഓടുന്നില്ലേ? ഈ മറിയാപുരത്തുകാരുടെ എന്തോരം കല്യാണം, എന്തോരം മരണം, എന്തോരം പാസ്പോർട്ട് ഈ കൈ കൊണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ചെക്കൻ ബോംബെയിലാണ്. പെണ്ണിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം. നന്നായി എടുത്തോളോട്ടെന്നും പറഞ്ഞിട്ട് പെണ്ണിനെയും കൊണ്ടാ വരും. അങ്ങനെ എന്തോരം കറുത്ത പെണ്ണുങ്ങളെ വെളുപ്പിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയാം. പളുങ്കിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് ചെക്കന്മാർ വീഴണേ. പെണ്ണിൻ്റെ മോന്ത കണ്ടിട്ടല്ല. പറഞ്ഞിട്ട് കാര്യണ്ട. ഞാൻ അന്നിപ്പോൾ കഞ്ഞീരെ അരി മേടിക്കാൻ കാശില്ലാണ്ട് കിടന്ന് നീളണേ. അങ്ങനെയൊക്കെ ആ കാശിന് ഗതിയില്ലാതെ കൊച്ചൗസേപ്പേട്ടൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ സേതു വന്നത്, സ്റ്റുഡിയോ വിലയ്ക്ക് വാങ്ങിയത്, കൊച്ചൗസേപ്പേട്ടനെ മാനേജറാക്കിയത്. രൂപംകുത്തിയുടെ പെൺമക്കൾ മുതുക്കൻ്റെ അങ്ങാടിയിലേക്ക് തിരിഞ്ഞു. ലൂസി അന്തലച്ച് അങ്ങനെ നിന്നു. പള്ളി പിരിഞ്ഞ ആളുകൾ ലൂസിയെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ അവളോട് ചോദിച്ചു. ലൂസി ഉത്തരം വല്ലതും പറഞ്ഞോ? അവൾക്കറിഞ്ഞുകൂടാ. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ ഒരു ഉച്ചയിൽ പരീക്ഷാ ഹാളിൽ അവൾ കുടുങ്ങിപ്പോയി. അവളെ തടഞ്ഞുകൊണ്ട് ഇരു കൈകളും അവൾക്കിരുവശത്തും ചുവരിൽ കുത്തി മുഷ്കോടെ സേതു മുമ്പിൽ നിന്നു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് വീണു. അവൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ കുത്തനെ തറച്ചു. ലൂസി വേറൊരു ലോകം കണ്ടു വിസ്മയിച്ചു. എന്തായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം? ഇത്രയും കൊല്ലം നെഞ്ചിൽ തറച്ചിരിക്കുന്ന കാരമുള്ളുപോലെ
ലൂസി എന്തിനത് കൊണ്ടു നടന്നു? രാവും പകലും ലൂസി ആലോചിച്ചു. സത്യത്തിൽ പളുങ്കിന്റെ സ്റ്റുഡിയോയിൽ സേതു ഉണ്ടോ? ആർക്കറിയാം? രൂപംകൊത്തിയുടെ പെൺമക്കൾ നുണ പറയുമോ? ലൂസി ഒരു ഇല പറിച്ചെടുത്ത് ഊതിപ്പറപ്പിച്ചു. അകം വീണാൽ സേതു അവിടെയുണ്ട്, പുറം വീണാൽ ഇല്ല. പാറിപ്പോകുന്ന ഇലയുടെ പിന്നാലെ ലൂസി ഏറെ നടന്നു. ചിലപ്പോൾ അകമായും ചിലപ്പോൾ പുറമായും വീണ് ഇല കടിച്ചുകൊണ്ടിരുന്നു. രണ്ടുത്തരവും ലൂസിക്ക് സമാധാനം കൊടുത്തില്ല. എളേമരെ ഒരു ഫോട്ടോ എടുത്ത് വലുതാക്കി വെക്കണം. ബ്രിജീത്തയുടെ പിന്നിൽ മുട്ടുകുത്തി നിന്ന് മുടി ഊരിക്കൊടുക്കുമ്പോൾ ലൂസി പറഞ്ഞു. ബ്രിജീത്ത അതിശയത്തോടെ തിരിഞ്ഞു നോക്കി. ഇപ്പോൾ മറിയാപ്പുരത്ത് നല്ല സ്റ്റുഡിയോ ഉണ്ട്, ഷൈൻ സ്റ്റുഡിയോ. കുറച്ചു നേരം വെറുതെ എന്തോ ആലോചിച്ചിരുന്നിട്ട് ബ്രിജീത്ത പറഞ്ഞു. ആ, ഒന്നും വേണ്ട. ആർക്ക് കാണാനാണ്? എനിക്ക്. ലൂസിയുടെ ഉത്തരം പെട്ടെന്നായിരുന്നു. ബ്രിജിത്തയുടെ ചോദ്യം അവളെ സങ്കടപ്പെടുത്തി. ഒരു നിമിഷം ബ്രിജിത്തയുടെ നോട്ടം ലൂസിയുടെ മുഖത്തുറച്ചുപോയി. ലൂസി സങ്കടത്തോടെ ചിരിച്ചു. ഒന്നും പറയാതെ ബ്രിജിത്ത വടി കുത്തി എഴുന്നേറ്റു. ആ, ഒന്നും വേണ്ട. ബ്രിജിത്ത പോയി കിടന്നു. എന്തിനാണെന്നറിയില്ല. അടുക്കളയിലെത്തിയതും ലൂസിക്ക് കരച്ചിൽ വന്നു. കല്ലുരലിന്റെ മീതെ ഇരുന്ന് അവൾ വാവിട്ടു കരഞ്ഞു. കരഞ്ഞപ്പോഴൊന്നും അവൾ സേതുവിനെ ഓർത്തില്ല. എളേമേ, എളേമേ, എളേമേ. ലൂസി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് ബ്രിജീത്ത മയങ്ങി തുടങ്ങിയപ്പോൾ ലൂസി അടുക്കളവാതിൽ ചാരി പുറത്തു കടന്നു. നെഞ്ചിൽ വലിയ ഭാരമിരിക്കുന്നു. ഇഴഞ്ഞു വലിഞ്ഞ് അവൾ നടന്നു. വിയർത്തും മുഷിഞ്ഞും നാറിയും മുടി പാറിപ്പറന്നു കിടന്നു. മുഖം മനോവേദന കൊണ്ട് വയസ്സായവരെ പോലെ കൂമ്പിപ്പോയിരുന്നു. വഴിയിൽ പല തവണ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്റ്റുഡിയോയുടെ മുൻവശത്തിരുന്ന് ഒറ്റ കണ്ണുകൊണ്ട് പളുങ്ക് ലൂസിയെ നോക്കി. എന്തിന്? ഫോട്ടോ എടുക്കണം. ഏത് സൈസാണ്? പാസ്പോർട്ട്. അകത്തേക്ക് പൊക്കോ. പളുങ്കിൻ്റെ ഒറ്റ കണ്ണിൽ ലൂസിയുടെ കരഞ്ഞ മുഖം വല്ലാതെ ക്ലിക്ക് ചെയ്തു. ആ പെണ്ണിന് എന്തോ വലിയ ദുഃഖമുണ്ട്. ചായ കൊണ്ടുവന്ന ചെക്കനോട് പളുങ്ക് പറഞ്ഞു. കടുത്ത വെയിലിലും തിളങ്ങുന്ന ചൂടിലും നിന്ന് അകത്തെ ഇരുട്ടിലേക്കും തണുപ്പിലേക്കും ലൂസി കാലെടുത്തു വെച്ചു. തൻ്റെ നെഞ്ചിടിപ്പ് ഈ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് അവൾക്കും തോന്നി. സ്റ്റുഡിയോയുടെ ഇരുട്ടിൽ ആദ്യത്തെ 1-2 നിമിഷം അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. വരൂ. ഇരുട്ടിൽ നിന്ന് അവൾ ആ വിളി കേട്ടു. ചുട്ടുപഴുത്ത ചിമ്മിനിയിൽ വീണ മഴത്തുള്ളി പോലെ ലൂസി ചിന്നി ചിതറി. സേതു ലൈറ്റുകൾ തെളിയിച്ചു. അനേകം സൂര്യന്മാർ ഒന്നിച്ചു ഉദിച്ച കടുത്ത വെളിച്ചത്തിൽ അവൾ സേതുവിനെ കണ്ടു. വലിയ ഒരപരിചിതൻ. കാനത്ത ദേഹം, മുറുകി വലിഞ്ഞ മുഖം, നരച്ചു തുടങ്ങിയ തലമുടി, വരകൾ വീണ നെറ്റി, വെള്ളിക്കമ്പിയുടെ വട്ടക്കണ്ണട, അടഞ്ഞ വാതിലുകൾ പോലെ കണ്ണുകൾ. ലൂസി പരിഭ്രമിച്ചു. ഫ്രഷ് ആവണ? അപരിചിതൻ ചോദിച്ചു. വേണ്ട, ലൂസി പറഞ്ഞു. ഇരുന്നോളൂ. സേതു ചൂണ്ടിക്കാട്ടിയെടുത്ത് ലൂസി ഇരുന്നു. ഇങ്ങോട്ട് നോക്കൂ. ലൂസി ഇമ കൂട്ടാതെ സേതുവിനെ നോക്കി. ക്യാമറയിലേക്ക്. സേതു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തു. മുഖം അല്പം ചെരിക്കൂ. ലൂസി അനങ്ങിയില്ല. 1-2 പ്രാവശ്യം കൂടി സേതു മുഖം ചെരിക്കാൻ പറഞ്ഞിട്ടും ലൂസി അത് കേട്ടില്ല. സേതു അടുത്തു വന്ന് തൊട്ടടുത്തു നിന്നു. അവൻ്റെ ശ്വാസം ലൂസിയുടെ മുഖത്ത് തട്ടി. ഒരടുപ്പിൻ്റെ ചൂട് ലൂസി അറിഞ്ഞു. സ്വൽപ്പം ഒന്ന് ദേ ഇങ്ങനെ തല ചെരിക്കണം. സേതു ലൂസിയുടെ താടിയിൽ തൊടാനാണോ കൈ നീട്ടിയത്? ലൂസി അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. മുഖത്തേക്ക് ഉറ്റുനോക്കി. പിടുത്തം മുറുകി. ഞാൻ ലൂസിയാണ്, ലൂസി. അത് പറഞ്ഞോ? ഇല്ലേ? സേതു പതറുന്നത് അവൾ കണ്ടു. അയാൾ ഒന്ന് പിന്നാക്കം വാങ്ങി. ലൂസിയുടെ കൈകൾ അയഞ്ഞു. സേതു ക്യാമറ ക്ലിക്ക് ചെയ്തു. പാതി തുറന്ന വായോടെ പകച്ചിരിക്കുന്ന ലൂസിയുടെ പടം. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ. ലൂസിയുടെ മുഖത്ത് നോക്കാതെ സേതു പറഞ്ഞു. അയാൾ ലൈറ്റുകൾ കെടുത്തി. നീല കർട്ടൻ വകഞ്ഞു മാറ്റി. കൊടും ചൂടിൻ്റെ പല്ലിളിക്കുന്ന വെളിച്ചത്തിലേക്ക് ലൂസി കാലെടുത്തു വെച്ചു. തലമുടി കണ്ടമാനം ഊരിപ്പോകുന്നു. കുളിയാ കഴിഞ്ഞ് തലയാ തോർത്തോണ്ട് നിറച്ച് മുടിയാണ്. ചീപ്പ് തലയിലേക്കാ കാട്ടിയാ മതി. കുത്തായിട്ട് മുടി ഊരിയാ പോരും. ലൂസിക്ക് സങ്കടം വന്നു. ഇതെങ്ങനെ ഊരിപ്പോയി അവസാനം മൊട്ടത്തലയാവാ. എന്തോരം ഉള്ളുള്ള മുടിയായിരുന്നു. നീണ്ടിട്ടും ചുരുണ്ടിട്ടും അതങ്ങനെ പുളിഞ്ചുരുള പോലെ ചന്തി മറിഞ്ഞു കിടക്കും. പിടിച്ചാ പിടിയെത്തില്ല. ഇതെന്തൂട്ട് എണ്ണേൻ്റെ ലൂസിയെ നീ തേക്കണേ? ഇതെന്തൂട്ട് വെള്ളത്തിലുണ്ടപ്പിയാ നീ കുളിക്കണേ? എല്ലാവരും ചോദിച്ചിരുന്നു. ഇപ്പം ദേ
അരപ്പിടി മുടിയില്ല. ലൂസി മുടി ഊരി ഊരി നിന്നു. വെടിപ്പാക്കുമ്പോൾ കറുത്ത മുടികളുടെ കൂടെ ഒരു വെളുത്ത മുടി കണ്ട് ലൂസി അതിശയിച്ചു. നൂലാവുക. സംശയത്തോടെ ലൂസി അത് വലിച്ചെടുത്തു. അതെ, നരച്ചതാണ്. ലൂസി പാത്രങ്ങൾ വെച്ച അലമാരയുടെ മൂക്കിൽ ഒളിച്ചു വെച്ചിട്ടുള്ള കണ്ണാടി എടുത്തുകൊണ്ടുവന്നു. പാറ്റക്കാട്ടത്തിൻ്റെ മണം അമ്മിത്തറ ചാരി നിന്ന് ലൂസി കണ്ണാടി നോക്കി. ഇനി നരച്ചിട്ടുണ്ടാ? എന്തോരം നേരമായിരി കുത്തിച്ചു മോളെ, ഞാൻ കിടന്ന് വിളിക്കണു. എൻ്റെ ചെവിടെന്താ പൊട്ടിയാ? ലൂസി നടുങ്ങി. ദേഷ്യം കൊണ്ട് ചുവന്ന് മേലാകെ വിറച്ച് കലിതുള്ളി ബ്രിജീത്ത അടുക്കള വാതിൽക്കൽ നിൽക്കുന്നു. ലൂസി പെട്ടെന്ന് കണ്ണാടി മറച്ചു പിടിച്ചു. കണ്ണാടി കാണുന്നതേ ബ്രിജീത്തയ്ക്ക് കലിയാണ്. കണ്ണിക്കണ്ട തേടിച്ചുകളാണ് കണ്ണാടി നോക്കി നിലമറക്കുക. തറവാട്ടിൽപ്പെട്ടവര് അത് ചെയ്യില്ല. നീ ഇവിടെ കണ്ണാടയിൽ ശന്തം നോക്കി നിൽക്കണ് അല്ലേരി ഭൂലോകരമ്പേ. ബ്രിജീത്ത കയ്യിൽ കിട്ടിയ പിച്ചള ചരുവം എടുത്ത് ലൂസിയെ എറിഞ്ഞു. ഏറിൻ്റെ ഊക്ക് താങ്ങാൻ ബ്രിജീത്തയുടെ ദേഹത്തിന് കഴിഞ്ഞില്ല. പിടുത്തം വിട്ട് കട്ടിടപ്പടിയിൽ ഇടിച്ച് പകുതി അകത്തും പകുതി പുറത്തുമായി ബ്രിജീത്ത അടുക്കള വാതിക്കൽ മറിഞ്ഞു വീണു. ലൂസിയെ എറിഞ്ഞ കനമുള്ള ചെരുവം ഒരു തൂണിൽ തട്ടി വലിയ ചിലമ്പലോടെ നിലത്ത് പിടഞ്ഞു വീണു. ഒരു നിമിഷത്തേക്ക് ലൂസിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അപ്പുറം അവൾ ഓടിച്ചെന്ന് ബ്രിജീത്തയെ താങ്ങി. ലൂസിയുടെ കയ്യിൽ നിന്ന് ബ്രിജീത്ത വഴുതിപ്പോയി. ബ്രിജീത്തയുടെ മുഖത്ത് നോക്കിയതും ലൂസി നടുങ്ങി. ബ്രിജീത്തയുടെ വായ ഒരു വശത്തേക്ക് കോടിപ്പോയിരിക്കുന്നു. കണ്ണുകൾ പേടിപ്പിക്കുന്ന പോലെ വട്ടം പിടിച്ചിരിക്കുന്നു. എളേമേ. ലൂസി പരിഭ്രമത്തോടെ ബ്രിജീത്തയെ പിടിച്ചു കുലുക്കി. ബാ ബാ. വികൃതമായ ഒരൊച്ച, വികൃതമായ ഒരു നിലവിളി. ലൂസി ഉറക്കെ കരഞ്ഞു. അയ്യോ. നിലവിളിച്ചുകൊണ്ട് തന്നെ ലൂസി പുറത്തേക്ക് ഓടി. വഴിയിലിറങ്ങി നിന്ന് അവൾ ഉറക്കെ കരഞ്ഞു. ഓടി വരണേ, എൻ്റെ ഇളയമ്മ വീണേ. അയ്യോ, ഓടി വരണേ. മറിയാപുരത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെ ലൂസിയുടെ നിലവിളി പാഞ്ഞുപോയി. ഇത്ര ഉറക്കെ സ്വന്തം ശബ്ദം ലൂസി പോലും കേട്ടിട്ടില്ല. ഇത്ര ഉറക്കെ, ഇത്ര പ്രാകൃതമായി, ഇത്ര വ്യസനത്തോടെ ഒരു കരച്ചിൽ മറിയാപുരത്ത് ആരും കേട്ടിട്ടില്ല. ആളുകൾ ഓടിക്കൂടി 5-6 പേർ കൂടി താങ്ങിയെടുത്ത് ബ്രിജീത്തയെ കട്ടിലിലേക്ക് കൊണ്ടുപോയി. വീഴ്ചയുടെ ഊക്കിൽ ബ്രിജീത്ത മൂത്രമൊഴിച്ചിരുന്നു. വയറ്റിന്ന് പോവുകയും ചെയ്തു. സംഗതി പെശകണിട്ടാ, എടുത്തു കിടത്തിയവർ ലൂസിയോട് പറഞ്ഞു. ബ്രിജീത്തയുടെ കട്ടിലിനരികിൽ ലൂസി മുട്ടുകുത്തി നിന്ന് മുഖം ബ്രിജീത്തയുടെ മുഖത്തോട് അടുപ്പിച്ചു. എളേമേ, എന്തുട്ടാ പറ്റിയ എളേമേ? ബാ ബാ, ബ്രിജീത്ത പറഞ്ഞു. കോടാനുകോടി വാക്കുകൾ ബ്രിജീത്തയുടെ ഉള്ളിൽ ഞെങ്ങി ഞെരുങ്ങി തിക്കുമുട്ടി വലഞ്ഞു. നെഞ്ചും കഴുത്തും താടിയും മുഖവും തിരുമ്മി തിരുമ്മി വാക്കുകളെ വിടിയിപ്പിക്കാൻ ലൂസി പാടുപെട്ടു. എന്തുട്ടാ എളേമേ, പറേ. ബാ, ബ്രിജീത്ത വായ തൊരാതെ പറഞ്ഞു. വാക്കുകൾ കാറ്റായി ചോർന്നുപോയി. ബ്രിജീത്ത പറയുന്നത് ലൂസിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ബ്രിജീത്തയ്ക്ക് അറിയാം. അതുകൊണ്ട് ബ്രിജീത്തയുടെ ഒച്ച കൂടുതൽ വികൃതമായി, കൂടുതൽ ഉറക്കെയായി. പരിഭ്രമവും പേടിയും വേദനയും കൊണ്ട് ചേമ്പിലയിലെ വെള്ളത്തുള്ളി പോലെ ബ്രിജീത്തയുടെ വട്ടച്ച കണ്ണുകൾ ഉരുണ്ടുകൊണ്ടിരുന്നു. ആളുകളെ അറിയിക്കാൻ, ഡോക്ടറെ കൊണ്ടുവരാൻ, അന്ത്യകൂദാശയ്ക്ക് പള്ളിയിലച്ഛനെ വിളിക്കാൻ ആളുകൾ പല വഴിക്ക് ഓടി. ഒച്ചയില്ലാതെ കരഞ്ഞുകൊണ്ട് ലൂസി ബ്രിജീത്തയുടെ അടുത്ത് തന്നെ മുട്ടുകുത്തി നിന്നു. അവളുടെ കൈകൾ നിരന്തരം ബ്രിജീത്തയുടെ മുടിയിലും കഴുത്തിലും നെഞ്ചത്തും സഞ്ചരിച്ചു. ആ ഉച്ചയോടെ ബ്രിജീത്തയുടെ ആങ്ങളമാരും നാത്തൂന്മാരും മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും എത്തിത്തുടങ്ങി. അടുത്തും അകലെയുമുള്ള ബന്ധുക്കൾ വിവരമറിഞ്ഞു. എല്ലാവരും കൂടി വന്നാൽ ഒരു ചെറിയ പെരുന്നാളിനുള്ള ആളുണ്ടാകും. കൂട്ടത്തിലും കുലയിലും അത്രയേറെ ആൾക്കാരുണ്ട് ബ്രിജീത്തയ്ക്ക്. കട്ടിലിൻ്റെ തലക്കൽ നിന്ന് ആദ്യം തന്നെ അവർ ലൂസിയെ എണീപ്പിച്ചു വിട്ടു. നീ എന്തുട്ടണ്ടി പെണ്ണേ? കിളയമേ കിളയമേന്ന് വിളിച്ച് ഇവിടെ കമന്ന് കിടക്കണേ. പോയി വല്ല പണിയുണ്ടെങ്കിൽ ചീറി. ബ്രിജീത്ത ചേച്ചിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഒരു മരുമകൾ പറഞ്ഞു. എളേമിയ? ബ്രിജീത്തമ്മായി ഏത് വകയിലുണ്ടീ? ഇവളുടെ എളേമിയ അവിടെ? ആ വപ്പാ, ഇവള് കിടന്ന് എളേമ എളേമാന്ന് വിളിക്കുന്നുണ്ട്. എളേമ എന്നതൊരു വിളി മാത്രമാണോ ലൂസിക്ക്? അതൊരു കാലമാണ്. അതിലുള്ളതൊക്കെ അനുഭവിച്ചത് തീർത്തവളാണ് ലൂസി. ആ എളേമക്കാലം കഴിഞ്ഞു പോവുകയാണ്. വിങ്ങുന്ന നെഞ്ചോടെ കട്ടിലിനരികിൽ നിന്ന് ലൂസി എഴുന്നേറ്റു പോയി. 1 2 ചിലപ്പോൾ 5 6 കൊല്ലം വരെ ബ്രിജീത്ത ഈ കിടപ്പ് കിടക്കും. കൈയും കാലും തളർന്നു, വായ കോടി, കണ്ണ് വട്ടം പിടിച്ച്, തൂറാനും മുള്ളാനും പരസഹായത്തോടെ. മരിക്കുകയാണെങ്കിൽ ഇന്നോ നാളെയോ ബ്രിജീത്ത മരിക്കും, ഡോക്ടർമാർ പറഞ്ഞു. മരിക്കുന്നതാണ് നല്ലത്, ബ്രിജീത്തയ്ക്കും ബന്ധുക്കൾക്കും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തു. കർത്താവെ, കിടത്തി കഷ്ടപ്പെടുത്താതെ ഇന്ന് ബ്രിജീത്തേച്ചീനെ
അവിടത്തെ തിരുസന്നിധിയിലേക്ക് വിളിക്കണേ. ഈ ആള് പോയിട്ടുണ്ട് കേട്ടാ, മഞ്ചപ്പ കൊണ്ടുവരൂ. ആരെങ്കിലും പെണ്ണുങ്ങളെ ശവം കുളിപ്പിച്ചോ, ഒത്തിരി വെള്ളം ചൂടാക്ക്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. തോമൂട്ടിയേട്ടൻ മരണത്തിൻ്റെ കാര്യാന്വേഷണക്കാരനാണ്. മാതിരിയും 3 അമ്മായിമാരും എണീറ്റു. ലൂസി വെള്ളം ചൂടാക്കി. ചൂട് കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. പച്ചവെള്ളം ചേർത്ത് ചൂട് പാകപ്പെടുത്താൻ പാടില്ലെന്നാണ് ബ്രിജീത്തയുടെ നിയമം. ബ്രിജീത്ത പിയേഴ്സ് സോപ്പ് മാത്രമേ തേക്കൂ. പീച്ചിങ്ങ കൊണ്ട് മേലും കാലടികളും അരയിലിട്ട വെള്ളിത്തൊരടും ഉരച്ച് തേച്ചു കൊടുക്കണം. കുളി കഴിഞ്ഞാൽ തോർത്താൻ 3 തോർത്തുമുണ്ടുകളാണ്. ഒന്ന് തല തോർത്താൻ, ഒന്ന് മേല് തോർത്താൻ, ഒന്ന് കാലിൻ്റെ അടി തോർത്താൻ. കുപ്പായം വലിച്ചാ കീർക്കോ. ദേഹം അധികം ഇളക്കണ്ടാട്ടാ. ഇപ്പം തന്നെ മൂക്കിന്ന് പത വരണുണ്ട്. 4 മണി വരെ കിടത്തേണ്ടതാണ്. തോമൂട്ടിയേട്ടൻ കുളിപ്പിക്കൽക്കാരോട് പറഞ്ഞു. പുറത്തേക്ക് കടക്ക്. മാത്തിരി മറ്റു പെണ്ണുങ്ങളോട് കൽപ്പിച്ചു. ആരും അനങ്ങിയില്ല. വലിച്ചു കീറാൻ വേണ്ടി മാത്തിരി കുപ്പായ കഴുത്തിൽ കൈ വെച്ചപ്പോൾ നെഞ്ചിടിപ്പോടെ മാത്തിരിയുടെ കൈ പിടിച്ചുകൊണ്ട് ലൂസി പറഞ്ഞു, "ഏളേമേനെ ഞാൻ കുളിപ്പിക്കാം." മാത്തിരി ചീറി. "പിന്നെ ഇതെന്താ കുട്ടിക്കളിയല്ലേ? മാറിയിക്കടി അവിടുന്ന്." മാത്തിരി ദേഷ്യപ്പെട്ടു. "ലെറ്റ് ഹെർ." ഉറച്ചൊരു ശബ്ദം തൊട്ടു പിന്നിൽ നിന്ന് കേട്ട് ലൂസി തിരിഞ്ഞു നോക്കി. സലീന. "ലൂസി കുളിപ്പിച്ചോട്ടെ. ഇത്രയും നാളും അവൾ തന്നെയല്ലേ ബ്രിജീത്തമ്മേനെ കുളിപ്പിച്ചത്?" അത് പറഞ്ഞ് സലീന പൊട്ടിക്കരഞ്ഞു. അവൾ ബ്രിജീത്തയെ കെട്ടിപ്പിടിച്ച് കവിളത്ത് ഉമ്മ വെച്ചു. സലീന ബോംബെയിൽ നിന്ന് വന്നതേയുള്ളൂ. സലീന പറഞ്ഞത് ശരിയാണെന്ന് പലരും സമ്മതിച്ചു. ആയിക്കോട്ടെ, ലൂസിയ കുളിപ്പിച്ചോട്ടെ. അവളുടെ ഒരാശ അല്ലേ. ലോകത്തെ പുറത്താക്കി ലൂസി കഥകടച്ചു. "എളേമേ." ലൂസി ബ്രിജീത്തയെ തൊട്ടു വിളിച്ചു. "കുപ്പായം കീർന്നിട്ടാ." ഒരു പൂവിൻ്റെ ഇതളടർത്തും പോലെ പതുക്കെ അവൾ ബ്രിജീത്തയുടെ കുപ്പായം കീറി. ആദ്യം കഴുത്ത്, പിന്നെ കൈകൾ. ദിവസേന കണ്ടും തൊട്ടും കുഴമ്പു തേപ്പിച്ചും കുളിപ്പിച്ചും തോർത്തിയും ലൂസിയുടെ സ്വന്തമായിരുന്ന ഇളം ചൂടുള്ള 2 വലിയ അമ്മിഞ്ഞകൾ തണുത്തുറഞ്ഞു കിടന്നു. വെള്ളിത്തൊരട് ഇറങ്ങിക്കിടന്നിടത്ത് അരയ്ക്ക് ചുറ്റും വെളുത്തൊരു വലയം. മറയൊന്നുമില്ലാതെ, ആജ്ഞയോ അഹന്തയോ കോപമോ വെറുപ്പോ ഇല്ലാതെ, ഒരിളം പൈതലിൻ്റേതുപോലെ ബ്രിജീത്തയുടെ ദേഹം നിസ്സഹായമായി ലൂസിയുടെ മുന്നിൽ കിടന്നു. തലമുടി, മുഖം, കഴുത്ത്, നെഞ്ച്, അമ്മിഞ്ഞകൾ, കൈകൾ, വയറ് ലൂസി ഒന്നൊന്നായി കഴുകി തുടച്ചു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ശരീരം ബ്രിജീത്തയുടേതായിരിക്കണം. നഖത്തിനിടയിലെ അഴുകുകൾ ലൂസി ഇളക്കി കളഞ്ഞു. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ബ്രിജീത്തയുടെ ശവമഞ്ചം പുറത്തേക്കെടുക്കുന്നവർ എന്താണ് ചെയ്യുന്നതെന്ന് ലൂസിക്ക് മനസ്സിലായില്ല. പാട്ടുകളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. വിലാപത്തിൻ്റെ അർത്ഥവും അവൾക്ക് മനസ്സിലായില്ല. ലൂസിയെ വീടുകാവലിനാക്കി എല്ലാവരും ബ്രിജീത്തയുടെ പിന്നാലെ പോയി. സംഭവിക്കുന്നതെല്ലാം അസംബന്ധങ്ങളാണെന്ന് ലൂസിക്ക് തോന്നി. ഈ വീട് ഒരസംബന്ധമാണ്. ആളുകൾ, മൃഗങ്ങൾ, പക്ഷിപ്പറവകൾ, മരങ്ങൾ, ചെടികൾ, വള്ളികൾ, കിണർ, വെള്ളം, മണ്ണ്, ആകാശം എല്ലാം അസംബന്ധമാണ്. ജീവിതവും മരണവും അസംബന്ധങ്ങളാണ്. ബ്രിജീത്തേനെ കൊണ്ടുവേ എങ്ങട്. ലൂസി കണ്ണടച്ചു കിടന്നു. 7 ദിവസങ്ങൾക്കു ശേഷം അവൾ അഗാധമായി ഉറങ്ങി. ശവമടക്ക് കഴിഞ്ഞു വന്നവർ ലൂസിയെ വിളിച്ചിട്ടുണ്ടാവില്ല. വെറും നിലത്ത് കിടന്ന് അവൾ ഉറങ്ങി. എന്നും ഉണരുന്നതുപോലെ പുലർച്ചയ്ക്ക് അവൾ ഉണർന്നു. ബ്രിജീത്ത ഈ ലോകത്തിലില്ലെന്ന ഓർമ്മ ഒരു വലിയ മുഴക്കം പോലെ അവളുടെ ഉള്ളിലും ചെവികളിലും ഇരമ്പി. ലൂസി എഴുന്നേറ്റു. ഉടുത്തമുണ്ട്, ബ്രിജീത്തയുടെ ഒച്ച നിറച്ച ടേപ്പ്, സേതു എടുത്ത ഫോട്ടോ. ലൂസി അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ആടുകളും പശുക്കളും കോഴികളും ഉണർന്നിട്ടില്ല. കോവൽവള്ളികളും മുരിങ്ങ മരങ്ങളും അറിഞ്ഞിട്ടില്ല. പടിക്കലെ കാവൽ സിംഹങ്ങൾ കണ്ണു തുറന്നിട്ടില്ല. ഗർഭപാത്രത്തിൽ നിന്ന് കടുത്ത ഒച്ചയിലേക്കും വെളിച്ചത്തിലേക്കും ഒരു ശിശു വഴുതിയിറങ്ങും പോലെ ലൂസി പടിയിറങ്ങി. കണ്ണെത്താത്ത ദൂരത്തോളം അലക്കി കനിയും നീലവും മുക്കിയ തുണികൾ ഉണക്കാനിട്ടിരിക്കുന്നു. വെണ്മ വെളുപ്പിൻ്റെ ഒരു കടൽ തിരയടിച്ച് മാനത്ത് മുട്ടുന്നത് പോലെ ആകാശവും ഭൂമിയും നിറയെ അലക്കിൻ്റെ മണം. വൃത്തി. ഭൂമി മുഴുവൻ വെട്ടിത്തിളങ്ങുന്നു. പുല്ലുകളും ഇലകളും വെളിച്ചം തട്ടി വാൾത്തലപ്പുകൾ പോലെ വിങ്ങുന്നു. പുലരിയാണോ ഉച്ചയാണോ അന്തിയാണോ? ഏതു കാലത്തിൻ്റെ വെളിച്ചമാണിത്? അറ്റമില്ലാത്ത വെളിച്ചത്തിൽ തിളങ്ങി അരയോളം വെള്ളത്തിൽ ലൂസി നിന്നു. അഴിഞ്ഞ തലമുടി വെള്ളത്തിൽ പാറിക്കിടന്നു.
ലൂസി അലക്കുകയാണ്. അലക്കിൻ്റെ താളം. പ്രപഞ്ചം ഇപ്പോൾ വെടിക്കുന്നത് ലൂസിയുടെ അലക്കിൻ്റെ താളത്തിലാണ്. ഓളങ്ങൾ കരയിലേക്കല്ല, കരയിൽ നിന്ന് ലൂസിയിലേക്കാണ് കുതിക്കുന്നത്. എന്നിട്ട് ലൂസിയുടെ അരയ്ക്ക് ചുറ്റും വട്ടം കറങ്ങുന്നു. ഇതേത് വെള്ളമാണ്? ഇത്ര നേർമയോടെ, ഇത്ര തെളിമയോടെ, ഇത്ര തണുപ്പോടെ ഭൂമിയിലെ ഏതുറവയിൽ നിന്നാണ് ഇത് ഊറിക്കൂടിയത്? ലൂസിയുടെ ചുണ്ടിൽ ചിരിയുണ്ട്, കണ്ണിൽ തിളക്കമുണ്ട്. ഏതഴുക്കും അവളുടെ വിരലുകൾക്കിടയിലൂടെ വെണ്ണ പോലെ അലിഞ്ഞു പോകുന്നുണ്ട്. വെള്ളത്തിൽ അലക്കി വെളിച്ചത്തിൽ മുക്കിയ തുണികൾ ലൂസി ആകാശത്തിൻ്റെ അതിരുവരെ വിരിച്ചിടുന്നു. അവയെ ഊഞ്ഞാലാട്ടിക്കൊണ്ട് കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ലൂസിയേ! സ്വന്തം അഴുക്കുകളും പേറി നിസ്സഹായരായ മനുഷ്യർ കരയിൽ നിന്ന് വിളിക്കുന്നു. കൊണ്ടാ! വെള്ളത്തിൽ നിന്ന് ലൂസി കൈ നീട്ടുന്നു.